പ്രാക്ടീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാ ചങ്ങ സബ്സ്ക്രൈബേഴ്സ്ക്കും വ്ളോഗിലോട്ട് ഹാർദമായ സ്വാഗതം ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ് കോളേജിലത്തെ. അപ്പോൾ ആ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ഒരു പണിയെന്നല്ല, ആ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ. 11 മണിക്ക് ഓഡിറ്റോറിയത്തിൽ പോകണം. 11 മണിക്ക് ഓഡിറ്റോറിയത്തിൽ പോകണ്ട, 11 മണിക്ക് നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തിൽ പോകണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പരിപാടിയും. പിന്നെ നമുക്ക് താഴത്തോട്ട് നോക്കുമ്പോഴത്തേനും ഇവിടെ തിമൃതിയായിട്ട് പ്രാക്ടീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റായിട്ടിരിക്കട്ടെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഔട്ടും എല്ലാം അങ്ങനെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് നമുക്ക് എന്താ വെച്ചാൽ സെറ്റായിട്ട്. ഓ ഗൈസ് നോക്കൂ, അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് സോനിത്തുണ്ട്, ജോഷിനുണ്ട്, ജോഫിലുണ്ട്. എടാ ജോഫിൽ ഹായ് പറടാ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവർ 3 പേരാണ് ഉള്ളത്. അപ്പോൾ ഇവർ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഇനിയും കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരും പിന്നെ ഇവരും എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് നല്ല സെറ്റായിട്ട് എൻജോയ് ചെയ്യാം ഇന്നത്തെ ഫ്രഷേഴ്സ് ഡേ. അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും 100 സബ്സ്ക്രൈബേഴ്സ് ഓൺ റോഡ് ടു 100 സബ് അല്ലേടാ, ഓൺ റോഡ് ടു 100 സബ്. അപ്പോൾ താങ്ക് യു. എടാ ഒമ്മാരൊക്കെ ഇട്ട് ഊക്കുവാണോ സത്യമായിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ കോളേജിൽ കിട്ടും. ഹൈ സാർ വൺ ഹായ്. അതാട്ടോ സാർ. അപ്പോൾ അതാണ് സാർ. നമുക്ക് എന്തായാലും താഴ്ത്തോട്ട് കാണാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ക്ലിപ്പ് കണ്ടതുപോലെ അത് ഞാൻ ധൈര്യത്തോടു കൂടെ എടുത്ത എൻ്റെ ഇൻട്രോ ആയിരുന്നു കോളേജിൽ വെച്ചിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് ഞാൻ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വ്ളോഗ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം, അതായത് അവിടെ ഒരു ബ്രേക്കൊക്കെ കഴിയുന്ന ആ ഒരു മൊമെൻ്റ് ആയപ്പോഴത്തേനും എൻ്റെ ഉള്ള ധൈര്യം ചോർന്നു പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അത് കഴിഞ്ഞ് ഫോട്ടോസിൻ്റെയും അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാരെയും കൂടെ കുറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ള ധൈര്യം പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് ഈ ഫ്രഷേഴ്സ് ഡേ. ആക്ച്വലി എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും ഇങ്ങനത്തെ ഒരു ഫ്രഷേഴ്സ് ഡേ അല്ല ഉദ്ദേശിച്ചത്. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾക്കൊരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടായിരുന്നു ഗൈസ്. അതായത് ഫുൾ ഔട്ട്ഡോറിലായിരുന്നു പരിപാടി. പക്ഷെ ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇൻഡോറിലായിരിക്കും ഈ പരിപാടി എന്നുള്ള കേസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇങ്ങനെ മെയിൽ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇങ്ങനെ ഇൻഡോറിലാണ് പരിപാടി. CA ഓഡിറ്റോറിയത്തിൽ, ക്രൈസ്റ്റ് അക്കാഡമിയുടെ ജൂനിയർ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ പരിപാടി എന്നീ അറിഞ്ഞത്. അതുകൊണ്ടാണ് കുറേ വ്ളോഗ് കണ്ടന്റ്സ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മിസ്. ഇങ്ങനെ DJ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളീ പോയത്, ഞങ്ങൾ കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ നോർമലായിട്ട് വ്ളോഗ്സ് എടുക്കുന്നത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴോ ക്രൗഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് എടുക്കാറ്. പക്ഷേ ഇത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളേജ് വ്ളോഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും ഇനി അങ്ങോട്ടേക്ക് ഞാൻ എന്തായാലും എൻ്റെ വ്ളോഗ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടി ക്രൗഡിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഉള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ക്ലിപ്സ് ഇട്ടുതരാം. സീരിയസ് ആയിട്ട് പറയുന്ന മാസ് സാധനമാണ്. എനിക്ക് ശരിക്കും ഞാൻ കുറേ ഇരുന്ന് കണ്ടു. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമായി ആ ഒരു വ്ളോഗല്ല, ആ ഒരു പ്രോഗ്രാംസ്, ഡാൻസ് ആയിക്കോട്ടെ, സ്കിറ്റ് പോലെയൊക്കെ ആയിട്ട് അത് ഫുൾ ഭയങ്കര നൈസായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ഞാൻ ക്ലിപ്സ് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിലെ ക്ലിപ്സ് ഇട്ട് തരാം. നിങ്ങൾ എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്തിട്ട് വാ ഗൈസ്.
പറഞ്ഞ പോലെ അതാണ് ആ ക്ലിപ്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തോളൂ. ഞാൻ കുറെ ഇതിനകത്ത് ഫുൾ കുറെ പ്രോഗ്രാംസിനകത്ത് സത്യമായിട്ടും അങ്ങോട്ട് അതിനകത്തോട്ട് അങ്ങ് പോയി. അപ്പോൾ കുറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ അത്ര നൈസായിട്ടൊന്നല്ല എടുത്തതെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും. ഇനിയും പുതിയ പുതിയ വ്ളോഗ്സ് ഒക്കെ എനിക്ക് ലൈക്ക് ചെയ്യാനുള്ള ധൈര്യമൊക്കെ നിങ്ങൾ എന്തായാലും തരിക. പിന്നെ ഞാൻ ഇത്രയും നാളെ ഗെയിമിങ് അല്ലെ ഗെയിമർ എന്നുള്ളൊരു ടാഗിലാണ് എന്നെ വെച്ചത്. ഗെയിമർ തന്നെയാണ്. ഇനിയിപ്പോൾ വ്ളോഗർ കം ഗെയിമർ എന്നുള്ള ടാഗിലോട്ട് ഞാൻ ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോകണം. ഞാൻ വ്ളോഗിങ്ങും ചെയ്യുന്നുണ്ട്, ഗെയിമിങ്ങും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രീലാൻസിങ് പരിപാടി പോലെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിന്റെ പേര് ഇനി തൊട്ട് ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സ് എന്നായിരിക്കത്തില്ല. അത് ഞാനിപ്പോൾ ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സ് എന്നുള്ള പേര് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ബീക്കം എന്നുള്ളതുണ്ട്, പക്ഷെ ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സ് എന്നായിരിക്കത്തില്ല നമ്മുടെ ചാനലിന്റെ പേര്. അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും പുതിയ പേര് കണ്ടുപിടിച്ച് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, എല്ലാവരും നല്ല കിടക്കാച്ചിട്ടിരിക്കുക. ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എൻ്റെയാണ്. ഞാൻ ഒരിക്കലും ലൈക്ക് അത്ര നീട്ടമുള്ള വ്ളോഗൊന്നും സെറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. ഉള്ള കുറച്ച് ക്ലിപ്സ് കൊണ്ട് ഞാൻ എന്തായാലും നൈസായിട്ടൊരു വ്ളോഗ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ആൾക്കാർക്ക് എല്ലാവരും സബ്സ്ക്രൈബ്. പിന്നെ ഫ്രഷേഴ്സ് ഡേയുടെ വ്ളോഗ് എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തേഴ്സ്ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ. തേഴ്സ്ഡേ നൈറ്റ് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫുൾ അലമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ആക്ച്വലി വേളാങ്കണ്ണി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേളാങ്കണ്ണി പോയത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. ഞാൻ വേളാങ്കണ്ണി ഫ്രൈഡേ പോയതാണ്, ഞാൻ സൺഡേ ആണ് തിരിച്ചെത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കോളേജ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിലേ ആക്കിയത്. പക്ഷെ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും. എന്തായാലും നിങ്ങളിപ്പോൾ എന്തായാലും ഇത് കാണുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഗൈസ് കാണുന്ന എല്ലാവരും ദൈവത്തെ സബ്ബടിക്കാത്ത ആൾക്കാരൊക്കെ എല്ലാവരും സബ്ബടിക്കുക, ലൈക്കാത്ത ആൾക്കാരൊക്കെ എല്ലാവരിക്കുക. നാളെ എന്തായാലും നമ്മുടെ വ്ളോഗ് ചാനലിൽ 100 സബിനോട്ട് അടുക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ പുതിയ ഗിംബിൾ വാങ്ങിച്ചു. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ബീക്കൺസ് ടെക്സ് ആൻഡ് വ്ളോഗ്സ് അല്ലെങ്കിൽ ബീക്കൺസ് വ്ളോഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും പുതിയ പേരിടാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ആലോചിക്കണം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ വീഡിയോ വെച്ച് ഇവിടെ ചെന്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് അതൊക്കെ എല്ലാവരും സബ്ബടിക്കുക. നമുക്ക് എന്തായാലും വീണ്ടും മറ്റു കിടക്കാച്ചിക്ക് സ്ട്രീമിൽ കാണാം. സോ ഇറ്റ്സ് മീ ബീക്കൺ സൈനിങ് ഓഫ് ഫ്രം ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആയിട്ട് ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സിൽ വരുന്ന വീഡിയോ. അത് ഇനി തൊട്ട് വരുന്ന വീഡിയോസ് എല്ലാം പുതിയ പേരിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീണ്ടും മറ്റു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ ഗൈസ്.